നമ്മുടെ ശരീരത്തിൽ മുറിവോ പരിക്കോ ഉണ്ടായി കുറച്ചു നേരം കഴിയുമ്പോൾ അവിടെയുള്ള ബ്ലഡ് ഫ്ലോ നിൽക്കാറുണ്ടല്ലോ. രക്തം കൂടുതൽ ഒഴുകിപ്പോകാതിരിക്കാൻ നമ്മുടെ ശരീരം തന്നെ ഒരു സംരക്ഷണ സംവിധാനം പ്രവർത്തിപ്പിക്കുന്നതാണത്. ഇതിനെ നമ്മൾ ബ്ലഡ് ക്ലോട്ടിംഗ് അഥവാ രക്തം കട്ടപ്പിടിക്കൽ എന്ന് പറയുന്നു. ഒരു ചെറിയ മുറിവ് പോലും നമ്മുടെ ശരീരത്തിൽ ഒരു വലിയ രാസപ്രവർത്തന പരമ്പര തന്നെ ആരംഭിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രക്തം കട്ടപ്പിടിക്കുക എന്നത് ഒരുപാട് പ്രോസസ്സുള്ള ഒരു കാര്യമാണ്. ആദ്യം നമുക്കിതിനെ വളരെ സിമ്പിളായ രീതിയിലൊന്ന് പറയാം. ഒരു മുറിവ് സംഭവിക്കുന്നതോടെ അവിടെയുള്ള രക്തക്കുഴലുകൾ ഉടൻ തന്നെ ചുരുങ്ങുന്നു. ഇതുമൂലം ആ ഭാഗത്തേക്കുള്ള രക്തപ്രവാഹം കുറയുന്നു. ഇതാണ് രക്തസ്രാവം നിയന്ത്രിക്കുന്ന ആദ്യഘട്ടം. ഇതോടെ പ്ലേറ്റ്ലെറ്റുകൾ അവയുടെ പ്രവർത്തനം ആരംഭിപ്പിക്കുന്നു. പ്ലേറ്റ്ലെറ്റുകൾ എന്നത് നമ്മുടെ രക്തത്തിലുള്ള വളരെ ചെറിയ നിറമില്ലാത്ത കോശങ്ങളാണ്. ഇവയെ ശാസ്ത്രീയമായി ത്രോംബോസൈറ്റ്സ് എന്നും വിളിക്കുന്നു. ഈ പ്ലേറ്റ്ലെറ്റുകൾ മുറിവേറ്റ സ്ഥലത്ത് വേഗത്തിലെത്തുകയും പൊട്ടിയ ഭാഗത്തെ ഒട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. ഇവ തമ്മിൽ ചേർന്ന് ഒരു താൽക്കാലിക പ്ലഗ് പോലെ രൂപപ്പെടുന്നു. ഇത് രക്തം ഒഴുകുന്നത് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇനിയാണ് രക്തം കട്ടപ്പിടിക്കാൻ ആരംഭിക്കുന്നത്. അതിനായി രക്തത്തിലെ ചില പ്രത്യേക പ്രോട്ടീനുകൾ പ്രവർത്തനം ആരംഭിക്കുന്നു. ഇവയെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്നാണ് പറയുന്നത്. ഇവയുടെ പ്രവർത്തന ഫലമായി ഫൈബ്രിനോജൻ എന്ന പ്രോട്ടീൻ ഫൈബ്രിൻ എന്ന ശക്തമായ നാരുകളായി മാറുകയും ഈ ഫൈബ്രിൻ നാരുകൾ പ്ലേറ്റ്ലെറ്റുകളെ ചുറ്റിപ്പിടിച്ച് ഒരു ശക്തമായ വല പോലുള്ള ഘടന ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതിൽ ചുവന്ന രക്തകോശങ്ങളും കുടുങ്ങുന്നതോടെ രക്തം പൂർണ്ണമായും കട്ടപ്പിടിക്കുന്നു. രക്തം കട്ടപ്പിടിച്ചതിനു ശേഷം ശരീരം പുതിയ കോശങ്ങളുണ്ടാക്കി മുറിവ് സുഖപ്പെടുത്തുന്നു. സുഖം പൂർണ്ണമായാൽ ഈ കട്ട പതുക്കെ അകലുകയും ചെയ്യും. നമുക്കിതിനെ കുറച്ചുകൂടി വിശദമായി പരിശോധിച്ചാലോ? നമ്മുടെ ശരീരഭാഗങ്ങളിൽ മുറിവുണ്ടാകുമ്പോൾ അവിടെയുള്ള ടിഷ്യൂസിന് ഡാമേജ് സംഭവിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഇഞ്ചേർഡ് ടിഷ്യൂസ് ആ ഡാമേജ്ഡ് ഏരിയയിൽ ത്രോംബോപ്ലാസ്റ്റിൻ എന്ന ഫാക്ടർ റിലീസ് ചെയ്യുന്നു. ഇതേസമയം നമ്മുടെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ആക്റ്റീവായിരിക്കുന്ന പ്ലേറ്റ്ലെറ്റ്സ് അഥവാ ത്രോംബോസൈറ്റ്സ് പ്ലേറ്റ്ലെറ്റ് ഫാക്ടർ 3 ഉണ്ടാക്കുന്നു. ഇവ കാൽഷ്യവും മറ്റ് ക്ലോട്ടിംഗ് ഘടകങ്ങളുമായി ചേർന്ന് ത്രോംബോകൈനസ് അഥവാ പ്രോത്രോംബിൻ ആക്ടിവേറ്റർ എന്ന ഒരു കോംപ്ലക്സ് രൂപപ്പെടുത്തുന്നു. ഈ കോംപ്ലക്സ് പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്നു. ഇങ്ങനെയുള്ള ത്രോംബിൻ ഫൈബ്രിനോജൻ എന്ന പ്രോട്ടീനെ ഫൈബ്രിനാക്കി മാറ്റുകയും ഈ ഫൈബ്രിനാണ് ഒരു ലോങ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാക്കി മുറിവിൽ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഇങ്ങനെയുണ്ടായ നെറ്റ്വർക്കിൽ നമ്മുടെ രക്തത്തിലെ റെഡ് ബ്ലഡ് സെൽസ് അഥവാ ചുവന്ന രക്താണുക്കളും പ്ലേറ്റ്ലെറ്റ്സും മറ്റു കോമ്പണൻസും എല്ലാം ചേർന്ന് മുറിവുള്ള ഭാഗത്ത് ഒരു ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. ഒരു മുറിവ് സംഭവിക്കുമ്പോൾ ഇത്രയൊക്കെ നടന്നിട്ടും കൊതുക് കടിക്കുമ്പോൾ എന്തുകൊണ്ടാണ് രക്തം കട്ടപ്പിടിക്കാത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിന് കാരണം കൊതുക് അതിൻ്റെ സലൈവയോടൊപ്പം ആൻറ്റികൊയാഗുലൻ നമ്മുടെ ശരീരത്തിൽ ഇഞ്ചക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഈ ആൻറ്റികൊയാഗുലൻ നമ്മുടെ രക്തം കട്ടപ്പിടിക്കുന്നതിനെ ചെറുക്കുന്നു. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്ട്സ് റിലേറ്റഡ് ക്വിസും ചാനലിൽ ഇട്ടിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.